ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അതും ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ശേഷം 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ടോൾ കേക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഈ 1 kg വെയിറ്റ് വരുന്ന കേക്കിൻ്റെ സ്പഞ്ചാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് അരിച്ചിട്ട് വേറെ മാറ്റി വെക്കണം. അത് രണ്ടാമത്തെ സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ടാണ്. എന്നാലാണ് നമുക്ക് ടോൾ കേക്കിന് നല്ലൊരു ഹൈറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് 2 തവണ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ പാലെടുക്കണം. ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, പാല് ചെറുതായിട്ട് ചൂടുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് കേർഡിലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വിനീഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം 1 മിനിറ്റ് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റായി വന്നാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ ഇതിലേക്ക് ചേർക്കാം. ഇനി മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും എല്ലാം ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തെടുക്കുന്ന സ്പഞ്ചിന് 1/2 കപ്പ് മതി. അപ്പോൾ 2 കേക്കിനും കൂടിയിട്ടാണ് ഞാൻ 1 കപ്പ് എന്ന അളവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ബീറ്ററിന് പകരം ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ ഇതുപോലെ നിർത്തിയിട്ട് ഒരു 30 സെക്കൻഡ് മാക്സിമം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ട് മാറും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷുഗറിൻ്റെ റെഡ് കളറ്, സൂപ്പർ റെഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപ എങ്ങാനും തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മിക്ക ഫുഡ് കളറിനും നല്ല ബ്രാൻഡ് ഫുഡ് കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറെല്ലാം നല്ല ഫുഡ് കളറാണ്. അപ്പോൾ ഏകദേശം ഫുഡ് കളറിനെല്ലാം 200 രൂപ അതിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് റേറ്റ്. ചിലപ്പം ചില ബ്രാൻഡിന് 150 രൂപ, എന്തായാലും 100 രൂപയുടെ മുകളിലും അതുപോലെ തന്നെ 200ൻ്റെ ഇടയിലും ആയിട്ടാണ് നമ്മുടെ ഈ ഫുഡ് കളറിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് നല്ല ബ്രൈറ്റ് റെഡ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കളർ ചേർക്കണമെങ്കിൽ ഇത്ര ചേർക്കണം എന്നില്ല. അപ്പോൾ ഞാനൊരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല. എന്നിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ മുകളിൽ ഞാൻ ബട്ടർ പേപ്പർ, സൈഡിൽ ബട്ടർ പേപ്പർ ഇതുപോലെ നല്ല ഹൈറ്റിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ കുറച്ചധികം ഉണ്ട്. 1 kgൻ്റെ ഒരു സ്പഞ്ചാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്ര ഹൈറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്ത പാനിൽ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അത്ര സമയം എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്കായി വരാനായിട്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കി അടുത്ത കേക്കും കൂടി ചെയ്തെടുക്കാം. അതായത് നമ്മൾ ബാക്കിയുള്ള 1/2 കപ്പ് ബട്ടർ മിൽക്കില്ലേ, അതും പിന്നെ സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് അടുത്ത കേക്കും ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കേക്കിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് ചെയ്തെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ഇടിഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ട് ഒരു മിതത്തിലൊക്കെ നിങ്ങൾ വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കേക്ക് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ക്യൂവർ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ടോൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇത് ചരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, കേക്കിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ 15 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാത്തത്, ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ക്രീമാണ് ഇത് ഐസിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു റെഡ് കളർ ഇതേപോലെ കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കൊടുക്കണം എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് കേക്കിൻ്റെ മോഡൽ ഇപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ കാണുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക് കാണാനായിട്ട്. ഫോട്ടോയിലൊക്കെ ഈ കേക്ക് കാണുമ്പം ഒരു 2 ടയർ കേക്കിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഈ കേക്കിന്, ഈ ടോൾ കേക്ക് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയാണ് കേക്ക് കാണാനായിട്ട്. പിന്നെ ഈസിയാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്രഷിൽ ഒരല്പം വെള്ളം ഒന്ന് ആക്കിയിട്ട് വേണം നമ്മളിതുപോലെ കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സൂക്ഷിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം ഗോൾഡൻ ഡസ്റ്റിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിന് ഡെക്കറേഷനായിട്ട് അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഗനാഷാണിത്. അതിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജെൽ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. കേക്കിന് എപ്പോഴും ജെൽ കളർ യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ലിക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ പൗഡർ ആയിട്ടുള്ള ടൈപ്പ് ഒന്നും യൂസ് ചെയ്യാതെ ജെൽ കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഫ്ലവർ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്